ഈ ഇരിക്കുന്ന മുതലാണ് ഈ വീട്ടിലെ ഫാമിലി ഡിറ്റക്റ്റീവ്. ഡിറ്റക്റ്റീവിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ വീട്ടിലെ വല്ല പാത്രങ്ങളോ സാധനങ്ങളോ മറ്റു വീടുകളിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് വരിക, മറ്റു വീട്ടിലെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്കുക എന്നിവയൊക്കെയാണെങ്കിലും ഇന്ന് ഡിറ്റക്റ്റീവിന്റെ കണ്ണിൽ പെട്ടിരിക്കുന്ന ഒരു മോഷണമാണ്. എന്തിനാ ചീനോ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്? ഉണ്ണിക്കണ്ണന്റെ ഓടക്കുഴൽ കാണുന്നില്ല. അതിന് ഉണ്ണിക്കണ്ണൻ ഓടക്കുഴലുണ്ടായിരുന്നോ? എനിക്ക് ഓടക്കുഴലുള്ളതായിട്ട് ഓർമ്മയില്ലല്ലോ. നിനക്ക് ചിലപ്പോ തോന്നിയായിരിക്കും ഈ ഉണ്ണിക്കണ്ണൻ ഓടക്കുഴലില്ലായിരുന്നോ തോന്നുന്നു. ഇങ്ങോട്ട് വാ അമ്മ. കണ്ടോ, ഉണ്ണിക്കണ്ണന്റെ കയ്യില് ഗോൾഡൻ കളർ ഓടക്കുഴലുണ്ടായിരുന്നു. അയ്യോ, ശരിയായിരുന്നല്ലോ ചിനമേ. പിന്നെ ഓടക്കുഴൽ എവിടെ പോയി? ചിലപ്പോ ചിനു നാട്ടീന്നേ അമ്മച്ചി ഉണ്ണിക്കണ്ണനെ കൊടുത്തു വിട്ടപ്പോഴേ ഓടക്കുഴലെടുത്ത് മാറ്റി കാണും. എന്തിനാണ് അമ്മച്ചി മാറ്റുന്നത്? ഇടി, അമ്മച്ചി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏതോ സപ്താഹത്തിന് ആരോ പറഞ്ഞു, ഓടക്കുഴലുള്ള ഉണ്ണിക്കണ്ണനെ വീട്ടിൽ വെച്ചാലേ വീട്ടിലെ ധനം മൊത്തം ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ ഊതിക്കളയുമെന്ന്. അങ്ങനെ വല്ല അമ്മച്ചി മാറ്റിയതായിരിക്കോ? മാറ്റിട്ട് നമുക്ക് തന്നു വിട്ടായിരിക്കോ? വിഷു നമ്മൾ കണ്ണി വെച്ചപ്പോ ഓടക്കുഴലുണ്ടാന്നെ കണ്ടതാ. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിലേ നമുക്ക് വീഡിയോ നോക്കാം വിഷുവിന്റെ. കണ്ടോ ഓടക്കുഴല്? ഞാൻ പറഞ്ഞില്ലേ? യെസ്, കള്ളം കപ്പലിൽ തന്നെ. വിഷുവിന്റെ കണി കണ്ടിട്ട് ഞാൻ സന്ധ്യക്കാണ് വിഷുക്കണിയൊക്കെ മാറ്റുന്നത്. ഉച്ചയ്ക്ക് കിച്ചണിൽ നിന്നപ്പോ ഉണ്ണിക്കണ്ണ ആപ്പിൾ കഴിക്കുക, എന്താ ഒന്നും കഴിക്കാത്തെന്നുള്ള സൗണ്ട് കേട്ട് ഞാൻ വന്നപ്പോ സ്വന്തം അമ്മ ചോദിച്ചാൽ പോലും ഒരു ചോക്ലേറ്റ് പീസ് പോലും കൊടുക്കാത്ത ഈ മുതല് ഉണ്ണിക്കണ്ണനെ ആപ്പിൾ തീറ്റിക്കുന്നു. മുട്ടായി കൊടുത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോവാന്ന് കേട്ടിട്ടുണ്ട്. ആപ്പിൾ കൊടുത്ത് ഉണ്ണിക്കണ്ണന്റെ ഓടക്കുഴൽ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഉണ്ണിക്കണ്ണന്റെ ഓടക്കുഴൽ എന്തിയേ? സത്യം പറ, എന്തിയേ? വെച്ചു എടുത്തോ? കള്ളം പറയല്ലേ. വെച്ചു എടുത്തോ? പുള്ളിക്കാരിയുടെ മെയിൻ നിക്ഷേപ സ്ഥലങ്ങളിൽ ഒന്ന് ഈ സ്പീക്കറിന്റെ ഈ ഓട്ടയാണ്. പക്ഷെ അത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. നെച്ചുവും തകൃതിയാൽ നോക്കുന്നുണ്ട്. പക്ഷെ അത് കേസന്വേഷണത്തിന്റെ കണ്ണിൽ പൊടിവാരിയിടാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അടുത്ത നിക്ഷേപ സ്ഥലം ഈ ബെൻസിന്റെ ഡിക്കിയാണ്. തുറന്നു നോക്കി ഞാൻ കിച്ചണിൽ നിന്ന് വരെ മോഷണം പോയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞെട്ടി. തപ്പി ചെന്നപ്പോ 4-5 മാസം മുമ്പ് കാണാതെ പോയ എന്റെ മാക്ക് ഇതിപ്പോ ലാഭമായല്ലോ. കുരുപ്പേ. മെയിൻ നിക്ഷേപ സ്ഥലങ്ങളും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ നോക്കിയെങ്കിലും ഇതുവരെ ഓടക്കുഴൽ കണ്ടുകിട്ടിയിട്ടില്ല. ഉണ്ണിക്കണ്ണനും ഡിറ്റക്റ്റീവും അസ്വസ്ഥരാണ്. ഓടക്കുഴൽ കിട്ടുന്നവരെ അന്വേഷണം തുടരുമെന്നാണ് ഡിറ്റക്റ്റീവ് അറിയിച്ചിരിക്കുന്നത്.